ഈ അടുത്ത കാലത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും, രോഗിയായി കിടക്കപ്പായിൽ കിടക്കുന്ന ഒരു പാവപ്പെട്ട ഉമ്മ. ആ ഉമ്മ പനിച്ച് വെള്ളമില്ലാതെ അറിയാതെ ബെഡിൽ മൂത്രമൊഴിച്ചു പോയി. രാവിലെ എഴുന്നേറ്റ് ആ ഉമ്മാന്റെ ചെറിയ മകൾ ചെന്നിട്ട് ഉമ്മാനോട് ചോദിക്കുന്നുണ്ട്, ബെഡിൽ എന്താണ് വെള്ളം കാണുന്നത്? ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോളെ അറിയില്ല, ഞാൻ അറിയാതെ മൂത്രമൊഴിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ബെഡിൽ മൂത്രമൊഴിച്ചോ എന്ന് ചോദിച്ച് പുറത്തിറങ്ങിപ്പോയി ഒരു വലിയ വടി കൊണ്ട് വന്നിട്ട് എഴുന്നേൽക്കാൻ കഴിയാത്ത ഉമ്മാനെ ബെഡിലിട്ടിട്ട് തുരുതുരാ അടിക്കുമ്പോ ആ ഉമ്മ കിടന്ന് പെടയുന്ന രംഗം സോഷ്യൽ മീഡിയയിലൂടെ കണ്ടവരാ ഞാനും നിങ്ങളും. ആ മോളെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം മദ്രസയിലാണ് കുല്ലു ദുനൂബി യുഅഖിറു മിൻഹു മാ ശാഅ ഇലാ യൗമിൽ ഖിയാമ. മോനെ മോളെ, ഉമ്മാനെ കഷ്ടപ്പെടുത്തരുതടാ, ഉമ്മാനെ വേദനിപ്പിക്കരുതടാ, ഉപ്പാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ. നൊന്ത് പ്രസവിച്ച ഉമ്മാന്റെ മനസ്സെങ്ങാനും വേദനിപ്പിച്ചാൽ, കഷ്ടപ്പെട്ട് വളർത്തിയ ഉപ്പാന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ, അതിൻ്റെ ദുഃഖവും കണ്ണീരും ഇടങ്ങറും ഈ ദുന്യാവിൽ അനുഭവിക്കാതെ മരിക്കൂല എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമ്മാനെ കഷ്ടപ്പെടുത്തിയവർക്കുള്ള ഫലം ദുന്യാവിൽ പലിശ സഹിതം അനുഭവിക്കാതെ മരിക്കൂല. ബാപ്പാന്റെ മനസ്സ് വേദനിപ്പിച്ചവന് ഈ ദുന്യാവിൽ നരകിച്ചിട്ടല്ലാതെ മരിക്കൂല. ഒരാൾ കള്ളു കുടിച്ചാൽ, വ്യഭിചരിച്ചാലും, തെറ്റ് ചെയ്താലും അതിനൊക്കെയുള്ള ശിക്ഷ മഹ്ശറയില. അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. പക്ഷേ നൊന്ത് പ്രസവിച്ച അമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ, പെൺകുട്ടികളെ ആൺകുട്ടികളെ കേട്ടോളി, സ്വന്തം കഷ്ടപ്പെട്ട് വളർത്തിയ അപ്പാന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ അതിന്റെ ദുരന്ത ഫലം ഇവിടെ കിടന്ന് പെടഞ്ഞനുഭവിച്ചല്ലാതെ മരിക്കൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഈ ബോധം പെൺകുട്ടികളുടെ മനസ്സിൽ വരുന്നത് മദ്രസയിലൂടെയാണ്. ഈ ചിന്ത ആൺമക്കളെ മനസ്സിൽ വരുന്നത് മദ്രസയിലൂടെയാണ്. അതിൽ കൃത്യമായി പഠിക്കാത്ത ആൺമക്കളാണോ, അതിൽ കൃത്യമായി പഠിക്കാത്ത പെൺമക്കളാണോ, അത് കഴിഞ്ഞ് അതിൽ അധിഷ്ഠിതമായി ജീവിതം ചിട്ടപ്പെടുത്താൻ മക്കളെ നല്ല വഴിയിലൂടെ വളർത്താത്ത മാതാപിതാക്കളാണോ? ഉമ്മമാരെ, മക്കളെ കൊണ്ട് കരയേണ്ടി വരും. ഉപ്പമാരെ, മക്കളെ കൊണ്ട് കരയേണ്ടി വരും. അതുകൊണ്ട് നമ്മളെ തലമുറയെ നന്നാക്കാൻ ഏറ്റവും വലിയ മാർഗങ്ങളിൽ ഒന്ന് നമ്മളെ മദ്രസയെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർത്തലാണ്. മദ്രസയ്ക്ക് വേണ്ടുന്ന സഹായം ചെയ്യലാണ്. നമ്മളെ മക്കളെ നന്നായി പഠിപ്പിക്കലാണ്. ധർമ്മബോധമുണ്ടാക്കലാ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇടയായി നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും, മലപ്പുറം ജില്ലയിലെ പെൺകുട്ടികളെയൊക്കെ തട്ടമഴിപ്പിച്ചത് ഞങ്ങളാണ് എന്ന് പറഞ്ഞു ഒരു വിഭാഗം ആളുകൾ. പെണ്ണുങ്ങളിപ്പോ തട്ടടാത്തത് ഞങ്ങളെ കൊണ്ടാണ്. പെണ്ണുങ്ങളും ആധുനിക ലോകത്ത് പല മനുഷ്യന്മാരും തുണിയെടുക്കണില്ല. അതിന്റെ കാരണക്കാരാണ് അല്ലാഹു അഅലം. വസ്ത്രം അഴിച്ചിട്ട് നടക്കാൻ മടിയില്ലാത്തവരാണ് ആധുനിക ലോകത്ത് വളർന്നു വരുന്നവർ. ഈയിടെയായി സ്വന്തം ഭർത്താവിനെ ഗൾഫിൽ നിന്ന് കാമുകനെ വരുത്തിയിട്ട് കിടന്നുറങ്ങുന്ന ഭർത്താവിനെ കൊന്ന പെണ്ണും മലപ്പുറം ജില്ലക്കാരിയായിരുന്നു. അതൊക്കെ ആരാ പഠിപ്പിച്ചത്? അതും അവർ പഠിപ്പിച്ചതായിരിക്കാം, അല്ലാഹു അഅലം. എല്ലാ മധർമ്മത്തിന്റെയും ബാപ്പയാകാൻ വരിക. പക്ഷേ അതൊന്നും ആരും പഠിപ്പിച്ചതല്ല. നമ്മളെ തലമുറ അധർമ്മത്തിലേക്ക് പോവുകയാണ്, തെറ്റിലേക്ക് പോവുകയാണ്. ഏതാ ഒരു താത്ത തലയിൽ തട്ടങ്ങോട്ട് വലിച്ചിട്ട് കണ്ട് പറഞ്ഞാലോ, തലയിൽ തട്ടില്ല എന്ന് കരുതിയിട്ട് പെണ്ണല്ലാതാവോ, ഞാനിതാ തലയിൽ തട്ടെടുക്കണമെന്ന് പറഞ്ഞിട്ട് തോളിക്കോട് വലിച്ചിട്ടല്ലോ ആരോ ഒരാൾ. അതുകൊണ്ട് ഇപ്പൊ ആർക്കാ ബേജാറ്? ഇസ്ലാമിന് വല്ല ബേജാറുണ്ടോ? ഏതെങ്കിലും ഒരു താത്ത തട്ടമിടണമെന്ന് ഇസ്ലാം പറഞ്ഞതിന്റെ പേര് അവളെ തലയിൽ ഉണ്ടായിരുന്ന തട്ടം തോളിലേക്ക് വലിച്ചിട്ടിട്ട് എന്താ നിങ്ങൾ കാട്ടുക എന്ന് ചോദിച്ചാൽ ആർക്കാ ബേജാറ്? പണ്ടൊരാൾ കക്കൂസിലിരുന്നുകൊണ്ട് ബ്രഷ് ചെയ്യുന്നല്ലോ. അപ്പൊ ബാപ്പ പുറത്തുനിന്ന് വിളിച്ചറിഞ്ഞാലോ, അടി പള്ളി കക്കൂസിലുള്ളത് അടി ബ്രഷ് ചെയ്യാൻ. അപ്പൊ ആ പെണ്ണറിഞ്ഞാലോ, എന്താ നിങ്ങൾ അങ്ങനെയാണ് പറയാൻ, ഞാൻ ഇതിന് കുത്തിയിട്ടാണ് ചെയ്യുന്ന പറഞ്ഞാൽ. അതുകൊണ്ട് ഇപ്പൊ ആർക്കാ നഷ്ടം? പുറത്തിരിക്കണ വാപ്പാക്കല്ല നഷ്ടമുണ്ടോ? പറയണ ഓളത്തൊള്ളി വായിൽ കാഷ്ടാവുന്നല്ലാതെ. അതുകൊണ്ടൊന്നൊരു കാര്യമില്ല. മുസ്ലിമീങ്ങളായി നമ്മെ സംബന്ധിച്ചിടത്തോളം അദബും മര്യാദയുമാണ് സ്വർഗത്തിലേക്കുള്ള വഴി. അച്ചടക്കവും അദബുമാണ്. അതില്ലാതെ എന്റെ രക്ഷിതാക്കളെ ഒരു മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് ഫലമില്ല. നമ്മളൊക്കെ നല്ല പാപ്പാന്റെ മക്കളാ,
നല്ല ഉമ്മാന്റെ മക്കളാ. പക്ഷേ നമ്മളെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോഴും അല്ലാത്തപ്പോഴും മുടി കാണിക്കുന്ന, തലമറക്കാത്ത മുടി കാണിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന ഒരു സ്വഭാവം ഏതെങ്കിലും ഒരു മുസൽമാന്റെ വീട്ടിലെ പെൺകുട്ടികൾക്കുണ്ടായാൽ അത് കണ്ട് ഉപ്പാ നിങ്ങളെങ്ങാനും മൗനികളായാൽ, ഇക്കാലത്തെ പെണ്ണുങ്ങൾ അങ്ങനെ തന്നെയാണ്, ഇക്കാലത്തെ പെൺകുട്ടികൾ അങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് തട്ടമിടാത്ത നടക്കട്ടെ എന്ന് പറഞ്ഞ് മുടി പുറത്ത് കാണുന്ന പെൺകുട്ടികൾക്ക് നമ്മൾ മൗനികളായി അനുവാദം നൽകിയാൽ അവർ താമസിക്കുന്ന വീട്ടിൽ അല്ലാഹുവിൻ്റെ കാവലുണ്ടാകില്ല, പടച്ച തമ്പുരാന്റെ ബർക്കത്തുണ്ടാവില്ല. ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തവരിൽ ഒരാൾ, ഉമ്മമാരെ, നിങ്ങളുടെ നേതാവ് മഹദിയായ ഖദീജത്തുൽ കുബ്ര. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നാളെ മരിച്ചു പോകുമ്പോൾ ഖദീജാന്റെ കൂടെ പോകണം ഉമ്മമാരെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കാണണം സഹോദരിമാരെ. അതുകൊണ്ട് അച്ചടക്കത്തോടു കൂടെ ജീവിക്കാൻ കഴിയണം, അതബോട് കൂടെ ജീവിതം നമ്മൾ ശീലിക്കണം, മക്കളെ പരിശീലിപ്പിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ യതീമാണെന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോ ലോകത്തിൻ്റെ നേതാവിനേക്ക് തൻ്റെ മുതൽ മുഴുവനും കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഇന്ന് മുതൽ ഖദീജ ഫക്കീറ, അല്ലാഹുവിൻ്റെ റസൂല് മുതലാളിയാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹിക്ക് അഭിമാനം കൊടുത്ത മഹിള മഹദിയായ ബീബി ഖദീജത്തുൽ കുബ്ര. ഇസ്ലാമിക പ്രചരണത്തിനും ഇസ്ലാമിക നവോത്ഥാനത്തിനും വേണ്ടി എത്രയോ അഭിമാനകരമായ സഹായം നൽകിയ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ ലോകത്തോട് വിട പറയാൻ കിടക്കുന്ന നേരം അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കൈ പിടിച്ചിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, നബിയേ, ഞാൻ പോവുകയാണ്, ഞാൻ ലോകത്തോട് വിട പറഞ്ഞാൽ. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൈ പിടിച്ച് ഞാൻ ലോകത്തോട് വിട പറയുമ്പോൾ, അല്ലാഹുവിൻ്റെ ഹബീബേ, എനിക്കൊരു ആഗ്രഹമുണ്ടത് നിങ്ങൾ നിറവേറ്റി തരണം. എന്താണ് ആഗ്രഹമെന്നറിയുമോ? ഒന്ന്, ഞാൻ മരിക്കുന്ന നേരം നിങ്ങളെ മടിയിൽ കിടന്ന് മരിക്കാനാണ് എനിക്ക് ആഗ്രഹം ഹബീബേ. അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ മടിയിൽ കിടന്ന് ലോകത്തോട് വിട പറയണം. രണ്ടാമത്തെ ഒന്ന്, ഞാൻ ലോകത്തോട് വിട പറഞ്ഞാൽ എൻ്റെ ജനാസ ഭർത്താവേ അങ്ങനെ കുളിപ്പിച്ച് തരണം കേട്ടോ. ലോകത്തിൻ്റെ നേതാവേ, എൻ്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കുമ്പോ നിങ്ങൾ ഖബറിലേക്കൊന്ന് ഇറങ്ങി നിൽക്കണം. നിങ്ങൾ പോന്നാലും ആ വാസന എനിക്കൊന്ന് ആസ്വദിക്കാനാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബിനോട് വസിയത്ത് ചെയ്ത് ലോകത്തോട് വിട പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട ബീബി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ റൂമിലേക്ക് കയറി വരുമ്പോ അവിടെ ഉണ്ടായിരുന്ന ജിബ്രീൽ അപ്രത്യക്ഷമാവുകയാ. അല്ലാഹുവിൻ്റെ റസൂല് ചോദിക്കുന്നുണ്ട്, ഖദീജ, നിന്നെ കണ്ടപ്പോ ജിബ്രീൽ അപ്രത്യക്ഷമായി, എന്താണ് ഖദീജ? ഖദീജ പറഞ്ഞു, അറിയൂല്ല നബിയേ. അവിടുന്ന് മറുപടി പറയുകയാണ്, ഖദീജ, നീ ധരിച്ച മക്കരയുടെ ഉള്ളിലൂടെ ഒരു മുടി പുറത്തെ കാണുന്നുണ്ട് ഖദീജ. മുടി കാണുന്ന പെണ്ണെവിടെയാണുള്ളത്? അവിടെ റഹ്മത്തിന്റെ മലക്ക് വരൂല. എൻ്റെ മുമ്പിലുള്ള ഉപ്പമാരെ, നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളെ മക്കളെ കുറിച്ചാണ്, പേരമക്കളെ കുറിച്ചാണ്, നിങ്ങളെ മരുമക്കളെ കുറിച്ചാണ്, വീട്ടിലുള്ള സ്ത്രീകളെ കുറിച്ചാ. അത് കണ്ടിട്ട് നമ്മളെ മൗനികളായാൽ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖത്ത് നോക്കാൻ എങ്ങനെ കഴിയും എനിക്കും നിങ്ങൾക്കും? സഹോദരികളെ, നമ്മളെ പെൺകുട്ടികളുടെ അബദ്ധസഞ്ചാരം കണ്ട് മൗനികളായാൽ നാളെ ഖദീജ ബിവിയെ കാണാനോ ഖദീജ ബിയുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകാനോ പാവങ്ങളായി എനിക്കും നിങ്ങൾക്കും കഴിയാതെ വരില്ലേ? അതുകൊണ്ട് അല്ലാഹുവിൻ്റെ മഹാന്മാരെ കാണാൻ, മഹാന്മാരുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകാൻ ഈ പുണ്യമായ റബീഉൽ ആഖിറിൽ ഒരുങ്ങുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വന്ന അപാകതകളിൽ നിന്നൊക്കെ മാറി ഇനിയുള്ള കാലം നന്മയുള്ള വഴിയിലൂടെ ജീവിക്കാൻ ഈ പറയുന്ന എനിക്കും നമുക്കും കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.